കാഴ്ചകളുടെ വൈവിധ്യം നിറഞ്ഞ എറണാകുളം ജില്ല. പലതവണ എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ ഒന്നാണ് ഈ ജങ്കാറിലുള്ള യാത്ര. അങ്ങനെ ആ യാത്രയ്ക്കായി വൈപ്പിനിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. സുഹൃത്തുക്കളെ, എറണാകുളം ജില്ലയിലെ ഞങ്ങൾ നടത്തിയ മറ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കാണുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതിന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ കുറേ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ജങ്കാറുള്ള യാത്രയ്ക്കായിട്ട് ഞങ്ങൾ വൈപ്പിനിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് ജങ്കാറിൽ കയറി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണം. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. വൈപ്പിനിൽ ജങ്കാർ അടുക്കുന്നതിന്റെ തൊട്ടു മുമ്പിൽ തന്നെയാണ് വൈപ്പിനിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഹൈക്കോർട്ടിൽ നിന്ന് ആരംഭിച്ച് വൈപ്പിനിലെത്തിയ ഞങ്ങളുടെ വാട്ടർ മെട്രോയുടെ ആ വീഡിയോ കാണാത്തവരും അതിന്റെ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, അത് പോയി കാണുക. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ നേരെ വൈപ്പിനിൽ ജങ്കാർ എടുക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴേക്കും നിറയെ വാഹനങ്ങൾ തിങ്ങി നിൽക്കുവാണ്. അങ്ങ് മുമ്പിലാണെങ്കിൽ സേതുസാഗർ 2 എന്ന പേരിലുള്ള ജങ്കാറിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ജങ്കാറിൽ ഇത്രയും അധികം വാഹനങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് കണ്ട് ഞെട്ടിപ്പോകും. അതുപോലെയാണ് ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങളും ഇനിയും കയറാനിരിക്കുന്ന വണ്ടികളുടെ എണ്ണവും. അടുത്ത് കണ്ട ഒരു ചെറിയ ഓഫീസിൽ നിന്നും ഇതിനുള്ള ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അമ്പരന്ന് പോകും. 2 ആളിനും ഒരു ബൈക്കിനും കൂടെ 10 രൂപ. അങ്ങനെ വണ്ടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നടന്നു പോകുന്നവർ ആദ്യം ടിക്കറ്റ് കാണിച്ച് കയറുകയാണ്. അങ്ങനെ ഞാനും അകത്ത് കയറി. ജങ്കാറിന്റെ ഇരുവശത്തുമായി ഇരിക്കാനുള്ള കുറച്ച് ഇരിപ്പിടങ്ങളുണ്ട്. വണ്ടി കൊണ്ട് വരുന്നത് കൊണ്ടാണ് വിഷ്ണു അങ്ങ് ക്യൂവിന്റെ പിന്നിലാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് കയറിയത്. ഇടിച്ചു കുത്തി വാഹനങ്ങളും ആളുകളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറെ ആളുകൾ വെളുപ്പിന് 6:30 ആരംഭിക്കുന്ന ഈ ജങ്കാർ സർവീസ് രാത്രി 9:30 അവസാനിക്കും. 20 മിനിറ്റിന്റെ ഇടവേളകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ജങ്കാർ സർവീസ് 10 മിനിറ്റിൽ താഴെ മാത്രം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യാത്രയാണ്. ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവം കൂടിയാണ് ഈ ജങ്കാർ യാത്ര. വൈപ്പിൻ ദ്വീപിന്റെ തെക്കേ അറ്റവും ഫോർട്ട് കൊച്ചിയുടെ വടക്കേ അറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു യാത്രാമാർഗമാണ് ഈ ജങ്കാർ സർവീസ്. ഈ മനോഹരമായ ഈ യാത്ര ആരംഭിച്ചാൽ പിന്നെ പുതിയ ആളുകൾക്ക് കാഴ്ചകൾ കാണാനേ സമയം കാണും. പക്ഷെ പെട്ടെന്ന് തീർന്നു എന്ന് അവസാനം തോന്നിപ്പോകുന്ന ഒരു സുന്ദര യാത്ര. അങ്ങനെ അറബിക്കടലിൽ ചേരുന്ന വേമ്പനാട് കായലിന്റെ അഴിമുഖത്തുള്ള ഷിപ്പിംഗ് ചാനൽ മുറിച്ചു കടക്കുമ്പോൾ കൊച്ചിയുടെ മറൈൻ ഡ്രൈവിന്റെ വിശാലമായ ദൃശ്യം കാണാം. ഭീമാകാരമായ ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് പതുക്കെ പ്രവേശിക്കുന്നത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീരത്തോടടുക്കുമ്പോൾ ചൈനീസ് മത്സ്യബന്ധന വലകളുടെ വലിയ കാഴ്ച ലഭിക്കും. വളരെ ഭംഗിയുള്ള കാഴ്ച. ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനുകൾ ചുറ്റും കളിക്കുന്നതും ചാടുന്നതും കാണാം. റോൾ ഓൺ റോൾ ഓഫ് ഫെറി സർവീസിനെ ചുരുക്കി നാട്ടുകാർ റോറോ സർവീസ് എന്നാണ് വിളിക്കുക. നാട്ടുകാരുടെ യാത്രാമാർഗവും ദൂരെ നിന്നും വരുന്ന മലയാളികൾക്ക് ഇതൊരു പുതിയ അനുഭവമാണെങ്കിൽ കൊളോണിയൽ സ്റ്റൈലിലുള്ള ഈ ഫോർട്ട് കൊച്ചി കാണാനെത്തുന്ന വൈദേശികരായ ടൂറിസ്റ്റുകളുടെ പ്രധാന ഐറ്റം കൂടിയാണ്. അങ്ങനെ സുന്ദരമായ കാഴ്ചകൾക്കൊടുവിൽ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചേർന്നു.